ഹായ് ഗായ്സ്, ഇന്ന് കേർഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സോന മസൂരി റൈസ് കുക്കറിൽ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ 1/4 ടീസ്പൂൺ വീതം കായം പൊടി, ജീരകം പൊടി, ചെറുതായി എരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിനും കൂടി കണക്കാക്കിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അരിയെടുത്ത അതേ അളവ് പാത്രത്തിൽ തന്നെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മാഷ് ചെയ്തതിന് ശേഷം കടുകെല്ലാം വറുത്തിട്ടതിന് തൈര് ചേർക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് തൈര് ചേർത്തിട്ട് കടുക് വറുത്ത് ഇടുന്നത് നല്ലത് തന്നെ. ഇനി ഇതിലേക്ക് കടുക് വറുക്കാൻ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്താൽ ടേസ്റ്റ് നന്നായിരിക്കും. കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് താളിച്ചിടുക. ഇത് ലഞ്ച് ബോക്സിലേക്കാണെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിൽ റൈസ് എടുത്ത് ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാവും. കറക്റ്റ് പുളിയാവും കഴിക്കാറാവുമ്പോഴേക്കും. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതിൽ 1.5 മുതൽ 2 കപ്പ് വരെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത്രയാവുമ്പോൾ നമ്മുടെ കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന നല്ലൊരു ഫുഡാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.